ഇന്ന് നമുക്ക് മുത്താറിപ്പൊടി കൊണ്ട് സോഫ്റ്റായ ഒരു അടയുണ്ടാക്കാം. 1/2 കപ്പ് മുത്താറിപ്പൊടി എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ അട ഉണ്ടാക്കി വെച്ചാൽ തണുത്താലും സോഫ്റ്റാണ്. ഈ രീതിയിലല്ല മുത്താറി അട ഉണ്ടാക്കുന്നതെങ്കിൽ തണുത്താൽ ഇത്ര സോഫ്റ്റ് ആവില്ല. പിന്നെ മുത്താറി എല്ലാവർക്കും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി 2 ഗ്ലാസ് വെള്ളം വെച്ച് അത് തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കലക്കി വെച്ച മുത്താറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 നേന്ത്രപ്പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് അവിലിട്ട് കൊടുക്കാം. അവിലും ഒരുവിധം ആയി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അത് ഒരുവിധം വാടിയ ശേഷം അതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഈ രീതിയിൽ തന്നെ അടയുടെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഇനി നേരത്തെ കുറുക്കി വെച്ച കൂട്ടിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അത് ഒരു ഇലയിൽ പരത്തി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച അടയുടെ കൂട്ടും വെച്ച് നമുക്ക് ഇലമടക്കി ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് ഹെൽത്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇനി സാധാരണ നമ്മൾ ആവിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിനു മുകളിൽ കുറച്ച് ഗീ ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും. അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ സോഫ്റ്റായ മുത്താറി അട നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.